ഓരോ യാത്രയും ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. അങ്ങനെയുള്ള ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇന്ന് ഈ ജീപ്പിൽ എൻ്റെ മുന്നിലിരിക്കുന്നത്. അറപ്പുകൾക്കപ്പുറത്തേക്കുള്ള ഒരു ഇഷ്ടത്തിൻ്റെ തുടക്കമായിരുന്നു ആ യാത്ര. എന്നിൽ തിരിച്ചറിവിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും നാമ്പുകൾ പൊട്ടിമുളയ്ക്കുകയായിരുന്നു അവളിലൂടെ. എൻ്റെ പൊന്നമ്മ ഒന്നും പറയണ്ട, മഹാകുറുമ്പ. ഒരിടത്തും അടങ്ങിയിരിക്കില്ല. ഏതാണാവോ ഇപ്പൊ ഒരു സിനിമ വെച്ചു കൊടുത്തിട്ടുണ്ട്, അത് കണ്ടുകൊണ്ടിരിക്കും. ആ അമ്മ, ഞാൻ പിന്നെ വിളിക്കാവേ. എന്താ, ആ മൂവി കഴിഞ്ഞോ? എന്താ സേറമോൾ ഇന്ന് എന്നോട് ചോദിച്ചത് ഒരു 4 വയസ്സുകാരിയുടെ നിഷ്കളങ്കത നിറഞ്ഞൊരു ചോദ്യമായിരുന്നില്ല. ഒരു വാക്കുകൊണ്ട് മാത്രം ഉത്തരം കൊടുക്കാൻ സാധിക്കാത്ത ഒരു ചോദ്യം. സേറയുടെ ചോദ്യം ഒരു ജേർണലിസ്റ്റ് എന്ന എൻ്റെ അഹങ്കാരത്തിൻ്റെ കത്തി ഒടിക്കുന്നതായിരുന്നു. പക്ഷേ ഇന്ന് സേറയുടെയും എൻ്റെയും ജീവിതത്തിലേക്ക് ആകസ്മികമായി കടന്നു വന്നൊരു പെൺകുട്ടി, ആൽഫി. അവളായിരുന്നു ഞങ്ങൾക്കുള്ള ഉത്തരം. അവളിലൂടെയാണ് ഞാനും തിരിച്ചറിഞ്ഞത് എന്തുകൊണ്ട് ദൈവം മറ്റൊരാളിലൂടെ നമ്മളിൽ പ്രവർത്തിക്കുന്നുവെന്ന്. ശരീരത്തിൻ്റെ വേദനകൾക്കപ്പുറത്തേക്ക് ആൽഫി നേരിട്ടിരുന്നത് മനസ്സിനേറ്റ വേദനയായിരുന്നു. അവഹേളനത്തിൻ്റെ നടുവിലേക്ക് വീണു പോകാതിരിക്കാൻ അവൾ എന്നും പ്രാർത്ഥിച്ചിരുന്നു. ആ യാത്രയിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ ജീപ്പിലേക്ക് കയറിയ അവളുടെ ശരീരത്തിലെ പ്രത്യേകതകൾ കണ്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥത എല്ലാവരിലും ഉള്ളതായി എനിക്ക് തോന്നി. പക്ഷെ അത് മനസ്സിലാക്കിയത് കൊണ്ടാവാം അവൾ അത് പറഞ്ഞത്. പേടിക്കണ്ട കേട്ടോ, പകരത്തില്ല. യഥാർത്ഥത്തിൽ എനിക്ക് പേടിയായിരുന്നില്ല തോന്നിയത്, പകരം കുറെ ചോദ്യങ്ങളായിരുന്നു. അതോടൊപ്പം ഉള്ളിൽ ആൽഫിയോടുള്ള ബഹുമാനവും. ഇങ്ങനെയൊരു കുറവ് തൻ്റെ ശരീരത്തിലുണ്ടായിട്ടും അത് ആരും കാണാതെ മറച്ചു പിടിക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. ആ കുറവുകളോടുകൂടി തന്നെ ഇഷ്ടപ്പെടുന്നവർക്കിടയിൽ ജീവിക്കാനാണ് അവൾക്കിഷ്ടം. അതെ, തൻ്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റിയ ഈശോയിൽ അവൾക്ക് അടിയുറച്ച വിശ്വാസമുണ്ടായിരുന്നു. അവഗണനകളുടെയും മാറ്റി നിർത്തപ്പെടലുകളുടെയും ഒരു കഥ അവൾക്ക് എന്നോട് പറയാനുള്ളതായി എനിക്ക് തോന്നി. ആകസ്മികമായ ആ പരിചയപ്പെടൽ വല്ലാത്തൊരു നൊമ്പരത്തോടെയല്ലാതെ എനിക്ക് ഓർക്കുവാൻ സാധിക്കില്ല.
ചിരിച്ച മുഖവുമായി എല്ലാവരോടും വളരെ സൗഹാർദ്ദപരമായി പെരുമാറുന്ന ഒരു പെൺകുട്ടി. പക്ഷെ അവളുടെ ഉള്ളിൽ കനലോളം എരിയുന്നൊരു തീയുണ്ട്. അവഹേളനത്തിൻ്റെയും മാറ്റി നിർത്തപ്പെടലുകളുടെയും ഒരു കനൽ എരിയുന്നൊരു കാലം. ബട്ട് ഷീ സോ ഓൾ ദോസ് മൊമെന്റ്സ് പോസിറ്റീവ്ലി. ഇന്നവൾ ഒരു ടീച്ചറാണ്. ഒരുപാട് പേർക്ക് ജീവിതത്തിൽ പ്രത്യാശ നൽകുന്ന ഒരു കൂട്ടുകാരിയാണ്. അതിലുപരി ഈശോയെ സ്വന്തം ചേട്ടനായി കാണുന്ന ഒരു പെൺകുട്ടി. ആൽഫിയെക്കുറിച്ച് അവൾ തന്നെ എന്നോട് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. വയനാട്ടിലെ നടവയലിൽ കർഷകരായ ഇഞ്ചിക്കാലായി വർഗീസ് ബ്രിജീത്ത ദമ്പതികളുടെ 3 മക്കളിൽ രണ്ടാമത്തെയാൾ. മാതാപിതാക്കൾക്കൊപ്പം അവരുടെ ദൈനംദിന ജോലികളെ സഹായിച്ചു എന്നും അവർക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ഒരു പെൺകുട്ടി. പക്ഷേ ഈ ചിരിക്കപ്പുറത്തേക്ക് വേദന നിറഞ്ഞൊരു ജീവിതമുണ്ട് ആൽഫിക്ക്. ആ ജീവിതം തുടങ്ങുന്നത് ഏകദേശം 32 വർഷങ്ങൾക്ക് മുമ്പാണ്. മറ്റു കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ വളരെ സാധാരണ രീതിയിലായിരുന്നു ആൽഫിയുടെ ജനനം. എന്നാൽ ജനിച്ച് 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞ് ആൽഫിയുടെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ കണ്ടുവന്നത്. കുളിപ്പിക്കാനായി കുഞ്ഞിൻ്റെ ശരീരത്തിൽ എണ്ണ തേപ്പിക്കാൻ എടുക്കുമ്പോഴാണ് ശരീരത്തിൽ അവിടെയായി തൊലി അടർന്നുകൊണ്ടിരിക്കുന്നത് ആദ്യമായി അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഇന്ത്യയിലുടനീളം വിവിധ ആശുപത്രികളിൽ ചികിത്സിച്ചിട്ടും മെഡിക്കൽ സയൻസിന് ഇന്നുവരെ ആൽഫിയുടെ ഈ രോഗാവസ്ഥയുടെ പേര് പോലും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ചികിത്സയുമില്ല. ബയോപ്സി ഫലം പോലും വളരെ നോർമലായ ത്വക്ക് എന്നാണ്. ഞാൻ ആ സമയം ഓർത്തത് ആ അപ്പനെയും അമ്മയെയും സഹോദരങ്ങളെയും കുറിച്ചായിരുന്നു. അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും, ഇതെല്ലാം അവർ എങ്ങനെ തരണം ചെയ്ത് കാണും എന്നൊക്കെയായിരുന്നു. യഥാർത്ഥത്തിൽ ആൽഫിയുമായുള്ള പരിചയപ്പെടൽ എന്നെ കൊണ്ടുചെന്നെത്തിച്ചത് ആ അപ്പനും അമ്മയും സഹോദരങ്ങളിലേക്കുമായിരുന്നു. ആൽഫിയുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ഞാൻ മനസ്സിലാക്കിയത് അവരിൽ നിന്നാണ്. ആൽഫി എൻ്റെ രണ്ടാമത്തെ മകളാണ്. അവൾ 1989 ഏപ്രിൽ 22-ാം തീയതിയാണ് ജനിച്ചത്. കുളിപ്പിക്കാൻ വരുന്ന ചേച്ചി പാളയിൽ എണ്ണ തേച്ച് കടത്തും, 1.5 മണിക്കൂർ കടത്തും. 3 ദിവസം കഴിഞ്ഞ് 4-ാമത്തെ ദിവസമായപ്പം ചേച്ചി ഞങ്ങളെ കാണിച്ചു തന്നു. കൊച്ചിൻ്റെ മേത്തെന്തോ ഒരു കറുപ്പ് പോലെ കാണുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളോട് തന്നെ പറഞ്ഞു, അത് കുഴപ്പമില്ല, പിള്ളേർക്ക് അങ്ങനെ ഉണ്ടാകുന്നത്, അത് കുഴപ്പമില്ല, നമുക്ക് മുട്ട വെള്ളയും മഞ്ഞളും കൂടി അരച്ച് തേച്ചാൽ മതി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തുടങ്ങി പുള്ളിക്കാരത്തി അങ്ങനെ തന്നെ ചെയ്തു. അത് തേച്ച് സോപ്പ് തേച്ച് കുളിപ്പിച്ച് കഴിയുമ്പം ആ കറുപ്പങ്ങ് പോകും. അങ്ങനെ 12-ാമത്തെ ദിവസമായപ്പം പിന്നെ അത് ഓരോ ദിവസവും കൂടി വരിക കറുപ്പ്. അപ്പോൾ പറഞ്ഞത് എന്തോ കുഴപ്പം കേട്ടോ, ഇങ്ങനെയല്ല പിള്ളേർക്കുണ്ടാകുന്ന, കറുപ്പ് വരികയില്ല, ഇങ്ങനെ തൊലിക്ക് കറുപ്പ് വരികയില്ല, അതങ്ങ് പൊളിഞ്ഞു പോകുകയുള്ളൂ, ഒരു ഡോക്ടറെ ഒന്ന് കാണിക്കുന്ന ചേച്ചി പറഞ്ഞു. അപ്പം കുളിപ്പിച്ച് തീരുന്നതിന് പിന്നെ ആശുപത്രി കൊണ്ടുപോയി കാണിച്ചു. ഞങ്ങൾ ആശുപത്രിയിലായിരുന്ന ഡോക്ടറെ തന്നെ കാണിച്ചു. അപ്പം ഡോക്ടറും പറഞ്ഞു, ഇത് കുഴപ്പമില്ല, കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകും, ആദ്യത്തെ തൊലി അങ്ങ് പൊളിഞ്ഞു പോകും, എന്നിട്ട് പിന്നെ 2-ാമത്തെ തൊലിയാണ് വരുന്നത്, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്തോ ഒരു ക്രീം തന്നു വിട്ടു, ഇതങ്ങ് തേപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. കുളിച്ച് കഴിഞ്ഞിട്ട് ഈ ക്രീമൊന്ന് തേപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു.
പിന്നെ ആദ്യം ചെയ്യുന്നത് ആയുർവേദ മരുന്നാണ്. ആയുർവേദം ചെയ്തു, ആ മരുന്ന് ചെയ്ത് ഒരു 2 ആഴ്ച നല്ല കുറവ് കിട്ടും. അപ്പോഴത്തേനും മേല് മൊത്തം ആയായിരുന്നു, മുഖം ഒഴികെ മേല് മൊത്തമായി. ആ കറുപ്പ് എണ്ണ തേക്കുമ്പോഴത്തേനും കറുപ്പ് വരുന്നത്. പിന്നെ എണ്ണ തേച്ച് സോപ്പ് തേച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാലും ആ കറുപ്പ് നിൽക്കുമായിരുന്നു, അങ്ങ് ആയിരുന്നില്ല. അത് കഴിഞ്ഞ് മരുന്ന് തേച്ച് മരുന്ന് കൊടുത്ത് ഒരു 2 ആഴ്ച നല്ല കുറവ് കിട്ടും. അത് കഴിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ കൂടി വരും. കൂടി വന്നു കഴിഞ്ഞ് പിന്നെ അപ്പോഴത്തേനും 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ തലയുടെ പുറകെ ഇങ്ങനെ നീണ്ടു വരിക. അപ്പം ആകപ്പാടെ സങ്കടം, ഈ സങ്കടവും ആ സങ്കടവും എല്ലാം കൂടെ. അപ്പം എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ച് ഞാൻ ഉള്ളം കൈ തന്നെ 3 മാസം കഴിഞ്ഞിട്ട് ഉള്ളം കൈ തന്നെ വെച്ചുകൊണ്ടിരിക്കുക. എൻ്റെ ഉള്ളം കൈ കഴിഞ്ഞു പിന്നെ തൊട്ടിയിൽ. അപ്പം ഞാൻ 2 ആഴ്ച അങ്ങനെ സാധാരണ 2 അറ്റം കയറ് കെട്ടുന്ന പോലെ തൊട്ടി കെട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇതൊന്നും കൂടെ ഇറുക്കി കെട്ടിയാൽ തലയൊന്നും കൂടെ മുറുകിയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ കയറഴിച്ചു. 2 അറ്റത്തും കയറഴിച്ചിട്ട് അറ്റങ്ങൾ തമ്മിൽ കൂട്ടി തുന്നി വെച്ചു അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കയറിട്ട് കെട്ടി. എന്നിട്ട് തലയുടെ ഭാഗത്ത് നല്ല കട്ടിയിൽ തുണിയും വെച്ചു. അപ്പോൾ എൻ്റെ കൈ കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ടി കിടക്കുമ്പോൾ തലയൊന്നും കൂടെ വരുമല്ലോ. അങ്ങനെ നിന്ന് മാസങ്ങളോളം എടുത്തു. കൃത്യം ഒരു 5-6 മാസം എടുത്തു. തല നല്ല ഷേപ്പായി, തല കുഴപ്പമില്ല. പിന്നെ തോളയിലിടേണ്ട പ്രായം കഴിഞ്ഞു. തല ശരിയായി കഴിഞ്ഞപ്പോൾ തോളയിലിടാൻ തുടങ്ങി. ഈ ഇടത്തെ തോളയിലിടുമ്പോൾ വലതുവശത്തേക്ക് കഴുത്ത് വീണു പോകുക. അപ്പം നിൽക്കുകയല്ല, കൈ താങ്ങി, ഈ കൈ കൊണ്ട് താങ്ങിയാലും കൈ ഇച്ചിരി മാറ്റി കഴിയുമ്പോൾ വലതുവശത്തേക്ക് വീണു പോകും. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇടത്തെ തോളെ കിടത്താന്ന്. ഇടത്തെ തോളെ കിടത്തുമ്പം കുഴപ്പമില്ല, എന്നാലും ഒന്ന് താങ്ങി കൊടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഒരു വശത്തിന് കുഴപ്പമാണെങ്കിൽ അതിൻ്റെ മറുവശത്തായിരിക്കുമല്ലോ ശരിയായ പ്രശ്നം എന്ന് വിചാരിച്ച് ഞാൻ വലതുവശത്ത് തന്നെ തോളെ കിടത്തിയിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ ഇവിടെ ഈ ചെവി തൊട്ട് ഇങ്ങനെ തടവി കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയായി. അതും മാസങ്ങളെടുത്ത് ഈ വേദന ആ വേദന എല്ലാം കൂടെ വരിക. മാസങ്ങളെടുത്ത് കഴിഞ്ഞ് പിന്നെ തല നിവർത്തി കഴിഞ്ഞു, കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ അന്നേരം കിടപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചെരിയ പോലുമില്ല. പതുക്കെ ഇങ്ങനെ ചെരിഞ്ഞു കൊടുത്താലും ആ ചെരുവി നിൽക്കിയാൽ നേരെ തന്നെ വരും. അപ്പം ഞങ്ങൾക്ക് 2ാമതേ ഒരു കൊച്ചു ജനിച്ചു. ആൽഫി എന്ന പേര് കേട്ടപ്പോഴേ അറിയില്ല, എനിക്ക് ഉള്ളിൽ എന്തോ ഒരു അങ്കലാപ്പ് പോലെ വന്നു. എന്തിനാന്ന് എനിക്കും തോന്നിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് ഞാനങ്ങ് മറന്നു. പിന്നെ മാസങ്ങളായി കഴിഞ്ഞപ്പം എഴുത്തുകളിൽ കൂടെയൊക്കെ കൊച്ചിൻ്റെ ശരീരത്തിലെ സ്കിന്നിലെ പ്രത്യേകതകളൊക്കെ, ഒത്തിരി വരണ്ട സ്കിന്ന്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ എഴുത്തുകളിൽ കൂടെയൊക്കെ അറിഞ്ഞു. ഞാൻ കേരളത്തിന് വെളിയിലായിരുന്നു കൂടുതൽ കാലം. അതുകൊണ്ട് ഒരുപാട് പെട്ടെന്നൊന്നും വന്ന് കാണാനോ അങ്ങനെയൊന്നും പറ്റിയില്ല. ഒരു ദിവസം ഞാൻ അവധിക്ക് വീട്ടിൽ വരുമ്പം ഇവരുടെ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പം ബ്രില്ല, ആൽഫയുടെ ചേച്ചി, ഓടി വന്ന് എൻ്റെ അടുത്തേക്ക് വന്നു. ആൽഫിയെ കുറച്ച് മാറി നിന്നുകൊണ്ട് എന്നെ നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട്. ടീച്ചറേമ്മ ഞാൻ പോകുമെന്ന് ബ്രില്ലയോട് പറയുന്ന അവൾ കേട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മഠത്തിലെ ചാച്ചിച്ചി അപ്പം തിന്നിട്ട് പോയാൽ മതി. അതായത് അപ്പം രാവിലെയാണല്ലോ ചൂട്, അപ്പം നാളെ പോയാൽ മതി എന്ന് കൊച്ചു ഉദ്ദേശിക്കുന്നത്. പക്ഷെ അത്രയും ചെറുതായിരുന്നപ്പോഴാണ്. അപ്പം അങ്ങനെ പറയുന്നതപ്പം ഞാനിങ്ങനെ വിളിച്ചിട്ട് ആംഗ്യം കാണിച്ച് എൻ്റെ മടി വന്നിരിക്കാൻ പറഞ്ഞു. അപ്പോൾ കൊച്ചു ദൂരെ നിന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, വേണ്ട മണക്കുമെന്ന് പറഞ്ഞു എന്നോട്. കുഞ്ഞാ. അപ്പം ഞാൻ ദൈവം ഈ കൊച്ചിന് ഇത്രയും ഇതുപോലെ പറയാൻ എന്നാന്നോർത്ത് ബലമായിട്ട് എൻ്റെ മടി പിടിച്ചിരുത്തി ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു. കുറച്ച് സമയമൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് കൊച്ചെഴുന്നേറ്റ് പോയപ്പോൾ ശരിയാ കൊച്ചു പറഞ്ഞത്, മണമുണ്ട്. ആ കൊച്ചിരുന്ന് എൻ്റെ മേത്ത് പറ്റിയിടത്തൊക്കെ ചലവും വെള്ളമൊക്കെ ഉണ്ട്. ഞാനൊന്നും നടിച്ചില്ല, ഇങ്ങനെ കണ്ടായിട്ട് പോലെ വെച്ച് ഇങ്ങനെ ഉടുപ്പൊക്കെ മറച്ച് വെച്ച് ഞാൻ പിന്നെ അങ്ങനെ പോയി. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് അവൾക്കങ്ങനെ എൻ്റെ അടുത്ത് ഓടി വരാനൊന്നും ഒരു വിഷമമൊന്നും കണ്ടിട്ടില്ല. പിന്നെ ഞാൻ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ കാണുന്നത്. ഞാൻ വരുമ്പോഴൊക്കെ ഒരു സ്കൂളിൽ ഒക്കെ ആയിരിക്കും. ഒരു ദിവസം തീരെ വയ്യാതെ ഇങ്ങനെ കിടക്കുക.
അപ്പം ഞാൻ അടുത്ത് വന്നിരുന്നോട്ട് മോളെ എന്നാ ഉണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ കുറച്ച് വർത്താനം പറഞ്ഞിട്ട് വേദനയാണെന്നിപ്പോൾ എന്നോട് പറഞ്ഞു, ചാച്ചിച്ചി അതൊന്നും ഒരു കുഴപ്പമില്ല, അതൊന്നും സാരമില്ല പോട്ടെ, ഉടുപ്പ് വരുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു. എന്നെ മോളെ അങ്ങനെ ചോദിച്ചു പറഞ്ഞു, പെറ്റിക്കോട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും ചാച്ചിച്ചി, ഊരുമ്പോഴത്തേനും അത് ഇറച്ചിയും കൂടെ കൂടിയാണ് ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു. എനിക്കെന്താ ഒത്തിരി വിഷമം തോന്നി. അന്നോട്ട് ഞാൻ എപ്പോഴും ആൽഫിയയും കുടുംബത്തെ സമർപ്പിച്ച് കരുണ തോന്നണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. കൊച്ചിനൊരു നിരാശയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നതല്ലേ, നിരാശയിലേക്ക് വരില്ല എന്നൊക്കെ ഓർത്തിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഇങ്ങനെ അവധിക്കാലം വന്നപ്പം ഞാൻ കുഞ്ഞാളിയോടും ചേച്ചിയോടും ചോദിച്ചു, കൊച്ചിനെ ഞാനൊന്ന് കൊണ്ടുപോട്ടെ എന്ന്. ബ്രില്ലയെ കൊണ്ടുപോകണമെന്ന് ഓർത്തിരുന്നത്, എന്തോ മനസ്സിൽ പെട്ടെന്ന് ബ്രില്ലയെ കൊണ്ടുപോകേണ്ട, ആൽഫിയെ കൊണ്ടുപോയാൽ മതി എന്നൊരു ചിന്ത വന്നു. അപ്പോൾ ഞാൻ കൊച്ചിനെ എൻ്റെ കൂടെ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ കർണാടകത്തിൽ എച്ചിരിക്കോട്ടയിൽ അവിടെ ഞാൻ ക്ലിനിക്ക് നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അവിടെ ചക്കിയാത്ത് അച്ഛൻ ബാബു ചക്കിയാത്ത് അന്ന് ബ്രദറായിട്ട് അവിടെ റീജൻസി ചെയ്തുകൊണ്ടിരിക്കുക. ജോൺ ചൂരപ്പഴി അച്ഛനുണ്ട് അവിടെ, പിന്നെ സിസ്റ്റർ ആൻസ് ഉണ്ട്, സിസ്റ്റർ ജോസിറ്റയുണ്ട്. അപ്പം ഞാൻ അവരോടൊന്നും പറഞ്ഞൊന്നുമില്ല, ഞാനിങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഈ ചക്കിയാത്ത് ബ്രദറിന് ചികിത്സകൾ അറിയാം, ഈ പച്ചമരുന്നും പരിപാടിയൊക്കെ അറിയാം. സൺബാത്ത്, അതായത് ഇങ്ങനെ മണ്ണിലൊരു അത്യാവശ്യം നമുക്ക് ഒരാൾക്ക് കിടക്കാൻ പാകത്തിൽ ചെറിയൊരു കുഴി കുഴിച്ചിട്ട് അവിടെ ഡ്രസ്സൊന്നും ഇങ്ങനെ ഇടത്തില്ല, ഇവിടെ കൊച്ചു വേണം താനും, വാഴയില വിരിച്ചിട്ട് അതേ കിടത്തിയിട്ട് അതിൻ്റെ മുകളിൽ വാഴയില വെക്കും. അത് സൂര്യൻ ഏറ്റവും മുഖത്തിരിക്കുന്ന സമയത്താണ്, നട്ടുച്ച സമയത്ത് അങ്ങനെ ചെയ്യുന്നത്. ബോഡി കംപ്ലീറ്റ് വേർത്ത് കുളിച്ച് കഴിയുമ്പോൾ കൊണ്ടുവന്നിട്ട് 3 കുടം വെള്ളം തലേന്ന് നിർത്താതെ ഒഴിക്കണം. കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ പോയി. ഞാൻ നോക്കുമ്പോൾ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി, എനിക്ക് സന്തോഷമായി, സുഖമാവുന്നൊക്കെ. ഞാനൊരു ദിവസം ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് പുറം ഇങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ മോള് തൊട്ട് താഴെ വരെ തൂത്തു. ദൈവമേ, എനിക്ക് കണ്ണിൻ്റെ കാഴ്ച പോയ പോലെ ആയിപ്പോയി. ഇങ്ങനെ 2 തൂത്തപ്പോൾ കൈ മുഴുവനും കൊച്ചിൻ്റെ സ്കിന്ന് പുറത്തൂടെ മുഴുവൻ ചോര ഒഴുകുക. എനിക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ കൊച്ചു പറഞ്ഞു, ചാച്ചീച്ചി പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് ദയനീയമായിട്ട് ഉറക്കം ഇങ്ങനെ. ഹാപ്പിയുടെ മേത്താണെങ്കിൽ ഭയങ്കര ചൂടാണ്. നമ്മളിങ്ങനെ അടുത്തിരുന്നാലേ എടുത്താലൊക്കെ നമുക്ക് പൊള്ളുന്ന പോലെ തോന്നും, അതുപോലത്തെ ചൂടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ചെമ്പരത്തിയുടെ ഇല പറിച്ച് ചതച്ച വെള്ളത്തിലിടും, എന്നിട്ട് അതിലിരുത്തി ഒരു മണിക്കൂറോളം ഇരുത്തും. ആ വെള്ളത്തിൽ കളി തണുപ്പും കിട്ടുമ്പോൾ അങ്ങനെ ഇരുന്ന് പിന്നെ എടുത്ത് കുളിപ്പിക്കും. അങ്ങനെ എൻ്റെ മടിയും കഴിഞ്ഞ് ചെരുവത്തിലിരിക്കലും ഒക്കെ ചൊവ്വിനിരിക്കാൻ പഠിച്ചു. ഇരിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ മുട്ടേ നിർത്തി നോക്കി, കൈ കുത്തി മുട്ട് കുത്തി നിന്നു. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് പറ്റുന്നില്ല, താങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് പുള്ളിക്കാരത്തി തന്നെ ഇടത് കാല് നിലത്തോട് ചേർത്ത് വെച്ച്, അപ്പോഴത്തേനും 2-2.5 വയസ്സായി കേട്ടോ, വലത്ത് കാല് കുത്തി കുത്തി മുന്നോട്ട് പോകും. അങ്ങനെ ഇരുന്ന് നിരങ്ങും. അപ്പം ഞാൻ അത്ര ആയിക്കഴിഞ്ഞാൽ പിള്ളേർ എവിടെയെങ്കിലും കട്ടിലൊക്കെ പിടിച്ച് നിൽക്കില്ല, അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. എന്നിട്ട് പിന്നെ കുറച്ച് നാൾ നിരങ്ങി നടന്നു. എന്നിട്ട് ഞാൻ പതുക്കെ പിടിച്ച് നിർത്തും. ഞാൻ മുളകരിക്കുമ്പോഴും നിൽക്കുന്ന സമയത്തും ഒക്കെ എൻ്റെ നൈറ്റിയെ പിടിച്ച് നിർത്തിക്കും. അല്ലാത്തപ്പം വെറുതെ നിൽക്കുമ്പോഴും പിടിച്ച് നിർത്തിക്കും. സമയം കിട്ടുമ്പോഴൊക്കെ ഇത് മാത്രം മനസ്സിലൊരു വിചാരമുള്ളൂ, വേറെ ചിന്തകളൊന്നും പോവുകയില്ല. അങ്ങനെ പിടിച്ച് നിർത്തിച്ചു കഴിഞ്ഞ് പിന്നെ കൈ പിടിച്ച് നടത്തിക്കും. കൈ പിടിച്ച് നടത്തിച്ച് എന്നാലും ഒരു സാധനത്തിലോ അല്ലെങ്കിൽ കട്ടിലേലോ ഒന്നും തന്നെ പിടിച്ച് നിൽക്കുകയില്ല. നടത്തിച്ച് കാലിനൊരു ബലം വെച്ച് കഴിഞ്ഞപ്പം എൻ്റെ നൈറ്റിയെ പിടിച്ച് നടത്തിക്കും. അതെനിക്ക് കിട്ടുന്ന സമയം മുളകരിക്കുന്നത്, മിറ്റമടിക്കുന്നത്, ആ സമയത്തൊക്കെ ഞാൻ പുറകിൽ നൈറ്റിയെ മുറുക്കി പിടിച്ചോളണമെന്ന് പറയും. എൻ്റെ നൈറ്റിയിലൊക്കെ ഒരു കൈ പോലും വിട്ട്, 2 കൈയും മുറുക്കി പിടിക്കണം, ഒരു കൈ വിട്ട് കളയരുതെന്ന് പറയും. അങ്ങനെ പിടിച്ചു നിന്ന് നടക്കാൻ പഠിച്ചു. അങ്ങനെ ആദ്യമായിട്ട് നടത്തിക്കുന്നത് ബ്രില്ലിയ മൂത്തവളായിരുന്നു. ഒരു ദിവസം ശനിയാഴ്ച ഡാഡി കോളേജിൽ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അന്ന് ഇവള് നഴ്സറി പഠിക്കുക, ഞാൻ കട്ടിലേന്ന് ഇറക്കി കൊടുത്തു, കൊച്ചിനെ ഒന്ന് നടത്തിച്ചെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കട്ടിലേന്ന് ഇറക്കി കൊടുത്ത്
2 സ്റ്റെപ്പ് കഴിഞ്ഞാൽ അത്ര സ്റ്റെപ്പിനുള്ള സ്ഥലമൊക്കെ ഉള്ളൂ. 2 സ്റ്റെപ്പ് കഴിഞ്ഞ് ഇവള് കൈ വിട്ടുപോയി. മമ്മി ഇവള് നടന്നു എന്ന് പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ 2 പേരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരാൾ പിടിച്ചോ എന്ന് പറഞ്ഞു, ഒരാൾ കൈ നീട്ടി പിടിക്കാനുമായിട്ട് 2 പേരും കൈ നീട്ടി നിൽക്കുന്നുണ്ട്. ആ കൊച്ചൊരു സ്റ്റെപ്പും കൂടി എടുത്ത് വെച്ചേ എന്ന് പറഞ്ഞ് പതുക്കെ ഒരു സ്റ്റെപ്പും കൂടെ വെച്ചു. അങ്ങനെ പതുക്കെ നടക്കാൻ പഠിച്ചു. പിന്നെ ചൊവ്വിന് നടക്കാൻ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞപ്പിത്തം വന്നു. മഞ്ഞപ്പിത്തം വന്നിട്ട് മൂത്തവൾക്ക് മഞ്ഞപ്പിത്തം വന്നു. അവൾക്ക് പനിയും ഛർദിയും ഒക്കെ ആയി. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞു. അപ്പം ഇവിടെ അടുത്തൊരു ചേർത്തി ഉണ്ടായിരുന്നു പച്ചമരുന്ന് കൊടുക്കുന്നത്. അപ്പം ഡോക്ടറും പറഞ്ഞു പച്ചമരുന്നാണ് നല്ലത്, പച്ചമരുന്ന് കൊടുക്കുന്നു പറഞ്ഞു. അവിടെ കൊണ്ടുപോയി മരുന്ന് കൊടുത്തു. അപ്പം ആപ്പിക്ക് നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, പനിയോ ഒരു ലക്ഷണവും കാണിക്കുന്നില്ല. ഒരു ദിവസം ഇതുപോലെ ഞാനും ആപ്പിയും കൂടെ പുഴയിൽ പോയി. ഞാൻ തുണി ഇറക്കിക്കൊണ്ടിരിക്കുമ്പം ആപ്പിനെ കുളിപ്പിച്ച് കരയ്ക്ക് നിർത്തിയേക്കുക. അപ്പം കരയ്ക്ക് നിന്ന് ഭയങ്കര കരച്ചിൽ. ഞാൻ വേഗം തുണിയൊക്കെ ഊരിപ്പിഴിഞ്ഞ് കരയിൽ കയറി നോക്കുമ്പം മേല് മൊത്തം മഞ്ഞ കളറ്, മുഖത്തൊക്കെ നല്ല മഞ്ഞ കളറ്. എന്നിട്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു മഞ്ഞപ്പിത്തം ഇത് ഇച്ചിരി കൂടിയല്ലോ എന്ന് പറഞ്ഞു. അപ്പം നേരത്തെ കാണിച്ച ഡോക്ടർ തന്നെ. അപ്പം ഡോക്ടർ പറഞ്ഞു പച്ചമരുന്ന് അതാ നല്ലത്, അത് കൊടുക്കുമെന്ന് പറഞ്ഞു. പച്ചമരുന്ന് കൊടുക്കുന്ന ചേർത്തിൻ്റെ അടുത്ത് ചെന്നപ്പോൾ പറഞ്ഞു അയ്യോ ഇത് വല്ലാണ്ട് കൂടിപ്പോയല്ലോ, അല്ലെങ്കിൽ 1 ദിവസം കൊടുത്താൽ മതി, 3 ദിവസം മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം രാവിലെ 6 മണിക്ക് കൊണ്ടുപോയിട്ട് വെളുപ്പിനെ 6 മണിക്ക് കൊണ്ടുപോയിട്ട് 6:30 5:30 കൊണ്ടുപോയി കൊടുക്കണം മരുന്ന്. അവിടെ ചെന്ന് മരുന്ന് കൊടുത്തു. ആദ്യത്തെ ദിവസം മരുന്ന് കൊടുത്തു. എന്നിട്ട് വീട്ടിൽ വന്ന് കുളിപ്പിച്ച് കഴിഞ്ഞപ്പം ഇത്രയും ഈ വട്ടത്തിലെ മുടിയുള്ളൂ. ബാക്കി മൊത്തം ഇങ്ങനെ കൈ ഊരിച്ചെടുക്കുന്ന പോലെ മൊത്തം പൊഴിഞ്ഞു പോയി. അപ്പം ഞാൻ 2ാമത്തെ ദിവസം മരുന്നിന് എന്നപ്പോൾ പറഞ്ഞു ഇന്നലെ കുളിപ്പിച്ചപ്പോൾ കൊച്ചിൻ്റെ മുടി മൊത്തം പൊഴിഞ്ഞു പോയി എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് മഞ്ഞപ്പിത്തം കൂടിയിട്ടാണ്, കൂടുതലായി പോയത് കൊണ്ടാണ് മുടി പൊഴിഞ്ഞു പോയേ. മഞ്ഞപ്പിത്തം വന്ന് മുടി പോയ പിന്നെ വരികയില്ല എന്ന് പറഞ്ഞു. അതും ഒരു പെങ്കൊച്ചല്ലേ എന്നെ ചെയ്യുന്ന ഒരു കാര്യം ചെയ്യും, വിഷമിക്കണ്ട, ഞാനൊരു എണ്ണ കാച്ചി തരാം, തേച്ച് നോക്കെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒരു 1/2 ലിറ്ററോളം എണ്ണയായിരുന്നു ചേർത്തി പച്ചമരുന്നൊക്കെ ഇട്ട് എണ്ണ കാച്ചി തന്നു. 3ാമത്തെ ദിവസവും മരുന്നിന് ചെന്നു. അപ്പോൾ എന്നോട് എങ്ങനെയൊക്കെ തേപ്പിക്കണ്ടെന്നൊക്കെ വിവരം പറഞ്ഞു തന്നു. ഇന്നലെ കുളിപ്പിച്ചായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ 2 ആഴ്ച ആ എണ്ണ തേച്ചിട്ട് ഒരു ഇതുമില്ല. എന്നിട്ട് ശരിക്കും കഷണ്ടി പോലെ ഒരു ഇതുമില്ല, പ്ലെയിൻ ആയിട്ടിരിക്കുക. അതുപോലെയാണ് ഈ വട്ടത്തിലേ മുടിയുള്ളൂ, മൊത്തം മൊട്ടത്തലയായിട്ടിരിക്കുന്നു. അപ്പം ഞാൻ 2 ആഴ്ചയായിട്ട് ഇതിന് മുടിയൊന്നും വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന കുറച്ച് മരുന്നും കൂടി ആ എണ്ണയ്ക്കകത്തോട്ടിട്ടു. എനിക്കറിയാവായിട്ടൊന്നുമല്ല, അന്നേരം തോന്നി അതുകൊണ്ട് ആ മരുന്നൊക്കെ ഇട്ട് ആ എണ്ണയ്ക്കകത്തിട്ട് എന്നിട്ട് തേപ്പിച്ചു. തല നിറയെ മുടി വന്നു കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ചൊവ്വന് നടക്കാനും പഠിച്ചു. കുഞ്ഞാൽഫിയുടെ ശരീരത്തിലെ വ്രണങ്ങൾ ഒരു വേദനയായി നിൽക്കുമ്പോഴായിരുന്നു ആൽഫിയുടെ കാൽപാദത്തിലെ വ്യത്യാസം അമ്മയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വളർന്നു വലുതാകുമ്പോൾ ചട്ട് ഒരു പെൺകുട്ടി എന്ന നിലയ്ക്ക് അവളുടെ ഫ്യൂച്ചറിനെ ബാധിക്കുമെന്ന് ആ അമ്മ ഭയപ്പെട്ടു. നടക്കൽ കഴിഞ്ഞപ്പം ഇതൊക്കെ കാലിന് ചട്ടെന്ന് പറഞ്ഞാൽ ഈ ഇടത്തെ കാല് ഈ എല്ല് വന്ന് നിലത്ത് മുട്ടും, അങ്ങനത്തെ ചട്ട്. ഒരു തരത്തിൽ സഹിക്കാൻ വയ്യ. അപ്പൊ കാണുന്നവർ പറയും അയ്യോ കൊച്ചിന്റെ മേത്തെ കുഴപ്പമില്ലായിരുന്നു, കൊച്ചിന് ചട്ടാണ് കേട്ടോ, അതും ഒരു പെങ്കൊച്ച് എന്നും പറഞ്ഞ് ആരോടോ പറയാ, എന്നാ പറയാ.